ഹായ് ഓൾ ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ 2025 ഡിസംബർ സൈക്കിളിലെ UGC നെറ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാനുള്ള സമയമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന ഈ വർഷത്തെ അവസാനത്തെ സൈക്കിളാണ് ഡിസംബർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ എല്ലാവരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു തയ്യാറെടുപ്പിന് അപേക്ഷിക്കേണ്ട റൈറ്റ് ടൈമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ UGC നെറ്റാണ്. അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ ചില വർഷങ്ങളിൽ ഇതിന്റെ ഡേറ്റുകളൊക്കെ നീട്ടി തരാറുണ്ട്. അതിനുവേണ്ടി ഒന്നും കാത്തു നിൽക്കാതെ നോട്ടിഫിക്കേഷൻ വന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക. അപ്പോൾ അതിന്റെ വിശദ വിവരങ്ങളാണ് നമ്മൾ ഈ നോട്ടിഫിക്കേഷനിൽ പറയാൻ പോകുന്നത്. നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. ഈ ഒരു നോട്ടീസ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഒക്ടോബർ 7-ാം തീയതിയാണ്. അപ്പോൾ ഈ നോട്ടീസ് പ്രകാരം സബ്മിഷൻ ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 7-ാം തീയതി ഒക്ടോബർ 7-ാം തീയതി തുടങ്ങി നവംബർ 7-ാം തീയതി അവസാനിക്കുന്ന രീതിയിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. ഇതിന്റെ അവസാന തീയതി നോട്ടിഫിക്കേഷൻ നൽകുവാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഈ വരുന്ന നവംബർ 7-ാം തീയതിയാണ്. അപ്പോൾ ഒരു മാസമാണ് സമയം അവർ നൽകിയിരിക്കുന്നത്. ഒക്ടോബർ 7 തുടങ്ങി നവംബർ 7-ന് തീരുന്ന രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകം തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ചില വർഷങ്ങളിൽ ഈ ഒരു ഡേറ്റ് ഒന്ന് നീട്ടിത്തരുന്ന പ്രവണതയൊക്കെ ഉണ്ട്. അത് പലപ്പോഴും സൈറ്റ് ഹാങ് ആവുകയൊക്കെ ചെയ്യുമ്പോഴാണ് അത് കാണുന്നത്. എന്ന് കരുതി നിങ്ങൾ അവസാന സമയത്തിന് വേണ്ടി ഇരിക്കേണ്ട. കാരണം ഇതൊരു ഓൾ ഓവർ ഇന്ത്യ എക്സാം ആയതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത്. ആദ്യം തന്നെ കയറി അപ്ലൈ ചെയ്യുക. ഇനി ഏതെങ്കിലും തരത്തിലുള്ള റഷ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തിരക്കില്ലാത്ത ഏതെങ്കിലും ഒരു രാത്രി സമയങ്ങൾ അതിനുവേണ്ടി ചൂസ് ചെയ്യുക. ഇനിയും ഇതിന് കറക്ഷനായിട്ട് ഒരു ടൈം നൽകിയിട്ടുണ്ട്. അതായത് നിങ്ങൾ നൽകുന്ന അപേക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് സമയം ഉള്ളത് 10th നവംബർ ആണ്. അത് 10th നവംബറിൽ തുടങ്ങി 12th നവംബർ വരെയാണ് ഈ ഒരു സമയമുള്ളത്. ഈ സമയത്ത് നിങ്ങൾ കയറി നിങ്ങൾക്ക് വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ നിൽക്കാതിരിക്കുക. കാരണം അതിന് എക്സ്പെൻസ് ഒക്കെ ആഡ് ഓൺ എക്സ്പെൻസ് ഒക്കെ വരുന്ന കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളത് കഴിവതും ചെയ്യാതിരിക്കുക. അപ്പോൾ ആദ്യം തന്നെ അപേക്ഷിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് തന്നെ അപേക്ഷിച്ച് മുമ്പോട്ട് പോവുക. ഇനിയും ഈ ഒരു നോട്ടിഫിക്കേഷനിൽ സാധാരണ ഇതിൽ പറയുന്ന പോലെ ഇത്തവണ എന്നത്തേക്ക് അഡ്മിറ്റ് കാർഡ് വരുമെന്നോ എന്നത്തേക്ക് എക്സാം നടക്കുമെന്നോ ഒന്നും പറയുന്നില്ല. കാരണം നമുക്കറിയാം ഇതൊരു ഓൺലൈൻ എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ ഓരോ സബ്ജക്റ്റുകൾക്കും വ്യത്യസ്ത ഡേറ്റുകളിലായിരിക്കും ഇത് വരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കമ്പ്യൂട്ടർ സയൻസ് ആണ് പ്രധാനമായിട്ടും നമ്മുടെ വിഷയം എന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ഡേറ്റ് സ്വാഭാവികമായിട്ടും ഇന്റിമേറ്റ് ചെയ്യുകയുള്ളൂ. നമ്മൾ ഈ ഒരു ഡേറ്റ് വരുന്ന മുറയ്ക്ക് നിങ്ങളെ ഈ വീഡിയോയിലൂടെ തന്നെ ഇന്റിമേറ്റ് ചെയ്യുന്നതായിരിക്കും ഒരു വിവരം. അപ്പോൾ മറക്കണ്ട, ഈ ഒരു ഡേറ്റ് NDA അനൗൺസ് ചെയ്യും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എക്സാമിനേഷന്റെ ഫീസിലേക്ക് പോകാം. ഈ ഒരു എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം ജനറൽ കമ്മ്യൂണിറ്റിക്ക് ഫീസ് ഉണ്ട്. അത് പ്രധാനമായിട്ടും 1150 രൂപയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജനറൽ കമ്മ്യൂണിറ്റിക്കാണ് ഈ ഒരു ഫീസ് ഉള്ളത്. ഇനിയും ജനറൽ തന്നെ EWS, OBC, NCL, അതായത് OBC, NCL ഇത്രയും കാറ്റഗറിക്ക് ഫീസിന് ഇളവുണ്ട്. അവർ 600 രൂപ മാത്രം ഫീസായിട്ട് അടച്ചാൽ മതി. അതായത് ജനറൽ കമ്മ്യൂണിറ്റി അടയ്ക്കേണ്ടുന്ന ഫീസ് 1150 ആണ്. OBC ഒപ്പം തന്നെ EWS ഈ രണ്ട് വിഭാഗങ്ങളും 600 രൂപയാണ് ഫീസായിട്ട് അടയ്ക്കേണ്ടത്. നിങ്ങൾ ഓർക്കണം, ഇത് നമ്മൾ കൊടുക്കേണ്ടുന്നത് സെൻട്രൽ ഗവൺമെന്റ് സർവീസിലേക്കുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അതുകൊണ്ട് തന്നെ തഹസിൽദാറുടെ കയ്യിൽ നിന്ന് വാങ്ങിയ, അതായത് തഹസിൽദാറുടെ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥരിൽ നിന്ന് കരസ്ഥമാക്കിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അത് പ്രകാരമാണ് നമുക്ക് ഈ ഒരു ഇളവ് ലഭിക്കുന്നത്. അടുത്തതായിട്ട് തേർഡ് ജെൻഡർ, SC, ST, PWD തുടങ്ങിയ വിഭാഗങ്ങൾക്കും ഫീസ് ഇളവുണ്ട്. അവർക്ക് 325 രൂപ മാത്രമേ ഫീസ് ആയിരിക്കുകയുള്ളൂ. അതായത് ഒന്നുകൂടി ഫീസ് പറയാം. അതായത് ജനറൽ കമ്മ്യൂണിറ്റി യാതൊരുവിധ റിസർവേഷനും എലിജിബിലിറ്റി ഇല്ലാത്തവർക്ക് 1150 രൂപയാണ് ഫീസ്. എന്നാൽ ജനറൽ, EWS, OBC, NCL തുടങ്ങിയ വിഭാഗങ്ങൾക്ക് 600 രൂപയാണ് ഫീസ്. SC, ST, തേർഡ് ജെൻഡർ, PWD തുടങ്ങിയ വിഭാഗങ്ങൾക്ക് 325 രൂപയാണ് ഫീസ്. ഇനി അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ മാത്രമാണ്. ഓഫ്ലൈൻ അപേക്ഷിക്കാൻ മാർഗവുമില്ല. നമ്മൾ അപേക്ഷിക്കേണ്ടത് UGCnet.nic.in എന്ന് പറയുന്ന സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. നമുക്കറിയാം UGC നെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നീണ്ട പ്രോസസ്സാണ്. വർഷങ്ങളായിട്ട് ഈ ഒരു എക്സാമിനേഷനായിട്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട്. നമ്മളുടെ കോഴ്സിലും ഓൾറെഡി ആൾക്കാർ ധാരാളമായിട്ട് ചേർന്നിട്ടുണ്ട്. അവർ മുൻ വർഷങ്ങളിൽ റിസൾട്ട് നേടിയിട്ടുണ്ട്. പലരും PhD കരസ്ഥമാക്കിയവരുണ്ട്. ചിലർ നെറ്റ് മാത്രം കരസ്ഥമാക്കിയവരുണ്ട്. അൾട്ടിമേറ്റ് ഗോളായ JRF ഉൾപ്പെടെ കരസ്ഥമാക്കിയവരുണ്ട്. അങ്ങനെ നമ്മുടെ മുമ്പിൽ ലക്ഷ്യങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളുടെ തയ്യാറെടുപ്പുകളുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ തയ്യാറെടുപ്പുകൾക്ക് ശരിയായ വേഗതയും ശരിയായ ദിശാബോധവും നൽകുന്നതിനായിട്ട് ഏണസ്റ്റ് അക്കാഡമി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. കമ്പ്യൂട്ടർ സയൻസ് എന്നൊരു വിഷയത്തിൽ നിങ്ങൾക്ക് JRF എന്ന നിങ്ങളുടെ ഏറ്റവും വലിയ
ലക്ഷ്യം നേടിയെടുക്കുന്നതിന് ഏണസ്റ്റ് അക്കാഡമി നിങ്ങളോടൊപ്പം. ഈ കുറഞ്ഞ വർഷത്തിലുള്ള ഏണസ്റ്റ് അക്കാഡമിക്ക് UGC നെറ്റില് ആഴത്തിലുള്ള റിസൾട്ടും ഒപ്പം തന്നെ കൃത്യതയുള്ള ഒരു വിഷനും ഉണ്ടാക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പഠനത്തെ ശരിയായ ദിശയിൽ നടത്തുന്നതിനായിട്ട് ഏണസ്റ്റ് അക്കാഡമി നിങ്ങൾക്കായിട്ട് മൾട്ടി വാലിറ്റിയിൽ തന്നെയാണ് കോഴ്സുകൾ നൽകുന്നത്. ഇതിനോടകം കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ഉടൻ തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്ത് കൃത്യമായിട്ട് നമ്മുടെ ടെസ്റ്റ് സീരീസുകളും ഒപ്പം നമ്മളുടെ കോഴ്സിലും കൃത്യതയോടുകൂടി തന്നെ പഠിച്ചു മുമ്പോട്ട് പോവുക. നമുക്കറിയാം പഠനത്തിനൊപ്പം തന്നെ പ്രാക്ടീസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഡിഫിക്കൽട്ടി ലെവലുള്ള ഒരു എക്സാമിനേഷനാണ് UGC നെറ്റ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പഠനം ഏറ്റവും ശരിയായ ദിശയിലേക്ക് എത്തിക്കാൻ ഏണസ്റ്റ് അക്കാഡമിക്ക് കഴിയും. ഈ വിജയികളൊക്കെ നമുക്ക് ഈ കുറച്ച് സമയം കൊണ്ട് നേടാൻ കഴിഞ്ഞതാണ്. നമ്മളുടെ അധ്യാപകർ നിങ്ങളെ കൃത്യമായി ഗൈഡ് ചെയ്ത് മുമ്പോട്ടേക്ക് നയിക്കാൻ തയ്യാറായി തന്നെ നിൽക്കുകയാണ്. UGCയുടെ 2 പേപ്പറുകളിലും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കി തരുവാൻ നമ്മുടെ കോഴ്സുകൾ കഴിയുമെന്നത് ഏറെ അഭിമാനമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ അധ്യാപകർ നിങ്ങളെ കൃത്യമായ രീതിയിൽ ഗൈഡ് ചെയ്യുമെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമതായിട്ട് നമ്മൾ ഈ കോഴ്സ് നൽകുന്നത് ഈ ഒരു എക്സാമിനേഷന് വേണ്ടി മാത്രമല്ല, നമ്മൾ മൾട്ടിപ്പിൾ വാലിഡിറ്റിയിലാണ് ഈ കോഴ്സ് നൽകുന്നത്. നിങ്ങൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു എക്സാമിനേഷൻ മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. വരാൻ പോകുന്ന 4 എക്സാമിനേഷനുകൾ, അതായത് 2 വർഷത്തിലെ എക്സാമിനേഷനുകൾ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ എഴുതുമ്പോൾ പലപ്പോഴും പലർക്കും ചെറിയ മാർക്കിന്റെ വ്യത്യാസത്തിലായിരിക്കും നിങ്ങൾക്ക് PhDയിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റിലേക്കോ ഒക്കെ ഒതുങ്ങിപ്പോകുന്നത്. നിങ്ങളുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എപ്പോഴും JRF ആയിരിക്കുക. ആ ഒരു JRF എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ച് ചേർത്താൻ ഏണസ്റ്റ് അക്കാഡമി തയ്യാറാണ്. നിങ്ങളും തയ്യാറാണ് എന്ന് നമുക്കറിയാം. അപ്പം നമുക്ക് ഒരുമിച്ച് വിജയം നേടിയെടുക്കാം. ഇത്തവണ നിങ്ങൾക്ക് JRF തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.